ഹായ് എവരിബഡി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ JMJ ടോക്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാനഡയിലെ ഓൺടാരിയോയിലെ ചൈൽഡ് കെയർ സബ്സിഡി റീജിയൻ ഓഫ് വാട്ടർലൂവിലുള്ള ചൈൽഡ് കെയർ സബ്സിഡി ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അതിനുള്ള സൈറ്റ് എന്ന് പറയുന്നത് ചൈൽഡ് കെയർ സബ്സിഡി ആപ്ലിക്കേഷൻ റീജിയൻ ഓഫ് വാട്ടർലൂ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. ഇതിൽ നിങ്ങൾ അപ്ലൈ ഫോർ ചൈൽഡ് കെയർ സബ്സിഡി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ചൈൽഡ് കെയർ ഫീസ് സബ്സിഡി ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യാൻ വരും. ആ സൈൻ ഇൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ഐ ഡി, പാസ്വേഡ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫർമേഷൻ മെയിൽ വരും. ആ മെയിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റീജിയൻ ഓഫ് വാട്ടർലൂ, വെൽക്കം ടു ദ റീജിയൻ ഓഫ് വാട്ടർലൂ ചൈൽഡ് കെയർ സബ്സിഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വിൻഡോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലൈ ഫോർ ചൈൽഡ് കെയർ സബ്സിഡി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. 1 to 9 ക്വസ്റ്റ്യൻസ് വരും. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ആൻസർ ചെയ്യുക. ഇത് ഞാൻ 1 by 1 എല്ലാം എടുത്ത് കാണിക്കുന്നില്ല, ബിക്കോസ് ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറാണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ്, നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അതിൽ കൊടുക്കുക. അതുപോലെ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ എത്തുമ്പോൾ അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പാണ് അഗ്രിമെൻ്റ് എന്നുള്ളത്. അഗ്രിമെൻറ്റ് നിങ്ങൾ അഗ്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണെന്ന് കാണിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് 9 സ്റ്റെപ്പ് നിങ്ങൾ എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു കേസ് വർക്ക് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. ആ കേസ് വർക്ക് വഴിയായിരിക്കും പിന്നീട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുക. എത്ര നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി എല്ലാം ഒരു ധാരണ തരുന്നത് കേസ് വർക്കറാണ്. കേസ് വർക്കറിനുമായിട്ടൊരു അപ്പോയിൻമെൻറ്റ് അവർ ഫിക്സ് ചെയ്യും ആദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ഉണ്ടായിരിക്കുക. അതിലൂടെ ആയിരിക്കും പിന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ആ കേസ് വർക്കർ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെയായിരിക്കും അപ്ഡേഷൻസ് വരിക. പിന്നെ ഇയർലി നമ്മുടെ ടാക്സ് ഫയൽ ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യണം. സോഴ്സ് ഓഫ് ഇൻകം അപ്ഡേറ്റ് ചെയ്യണം. അത് ഏപ്രിൽ ആ ഒരു മന്തിലായിരിക്കും വരിക. അപ്പോൾ കേസ് വർക്കറായിരിക്കും പിന്നെ നിങ്ങളെപ്പോഴും കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.